എൻ്റെ കൊച്ചുമക്കളുടെ ആഗ്രഹപ്രകാരം ചില കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള അവരുടെ ആവശ്യവും എനിക്ക് അതിൽ കിട്ടുന്ന സന്തോഷവും ചില പഴയ കഥകളും പഴയ കവിതകളും വീണ്ടും വീണ്ടും സന്തോഷത്തോടു കൂടി ഓർക്കുവാനും അത് പറഞ്ഞു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് എന്നിൽ എൻ്റെ ബാല്യകാലം വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നു. അച്ഛൻ്റെ കൂടെ ഒരേ കട്ടിലിൽ കിടക്കുമ്പോൾ അച്ഛൻ്റെ ദേഹത്തേക്ക് കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുമ്പോൾ അച്ഛൻ മഹാഭാരതത്തിലെ കഥകൾ എനിക്ക് പറഞ്ഞു തരുവാനും ആ കാലം ഞാൻ ഓർത്തു പോകുന്നു. ഇന്ന് എൻ്റെ കൊച്ചുമക്കളുടെ ഇടത്തും വലത്തും എൻ്റെ കൂടെ കിടക്കുമ്പോൾ എന്നോട് കഥകൾ പറയാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ ചില ശാഠ്യങ്ങളും അവരുടെ സന്തോഷവുമൊക്കെ പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അദമ്യമായ അനുഭൂതി ഒന്ന് ഷെയർ ചെയ്യാൻ മാത്രം കൂടെയാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് അച്ഛനെനിക്ക് പറഞ്ഞു തന്ന നളനും ദമയന്തിയും തമ്മിലുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ പ്രേമ കഥയെക്കുറിച്ചാണ്. അതെങ്ങനെ ആരംഭിച്ചു എന്നാലോചിക്കുമ്പോൾ മാനസ സരോവരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മാനസ സരോവരത്തിൽ ആണ് ബ്രഹ്മാവ് താമസിക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ മാനസ സരോവരത്തിൽ താമസിക്കുന്ന ബ്രഹ്മാവിന് ഒരു വാഹനമുണ്ടായിരുന്നു, അരയന്നം. അതിന് ഹേമാങ്കൻ എന്നാണ് ആ അരയന്നത്തിൻ്റെ പേര്. അപ്പോൾ ഹേമാങ്കനും ബ്രഹ്മാവും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഭൂമിയിലെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് ചർച്ച വന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ ഒന്നുണ്ടോ എന്ന്. ബ്രഹ്മാവിന് എൻ്റെ സൃഷ്ടികളിൽ അങ്ങനെ ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം അത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു പ്ലറ്റോണിക് ലവ് എന്ന് പറയുന്ന ഒരു സ്നേഹമുള്ള നിനക്കറിയാമോ ചോദിച്ചു. ബ്രഹ്മാവ് പറയുന്നു, ബ്രഹ്മാവിൻ്റെ ചോദ്യത്തിന് ഹേമാങ്കൻ്റെ മറുപടി, ഞാൻ ഭൂമിയിലൊന്ന് പോയി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പറന്ന് വരുമ്പോഴാണ് ഭീമൻ്റെ മകളായ ക്ഷത്രിയ വംശത്തിൽപ്പെട്ട രാജകുമാരി, സുന്ദരിയായ രാജകുമാരിയെ കാണാനിടയായി. പറന്നു വരുന്ന വഴിയിലാണ് കാണാൻ. അവരുടെ പേരാണ് ദമയന്തി. ഹംസം ഇങ്ങനെ അവിടെ വന്നിട്ട് ദമയന്തി ഉദ്യാനത്തിലിരിക്കുമ്പോൾ അവിടെ എത്തിച്ചേരും. അവിടെ വന്ന് ദമയന്തിയോട് ഇങ്ങനെ ചില കാര്യങ്ങൾ സംസാരിച്ച ശേഷം ആ ദമയന്തി വളരെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. 10-18 വയസ്സായിട്ടുള്ള ദമയന്തിയെ കണ്ട ശേഷം ഹംസ അവിടെ നിന്ന് ഇങ്ങനെ പറന്നു പോകുമ്പോഴാണ് ഈ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കാട്ടുജാതിക്കാരായിട്ടുള്ള ആളുകളുടെ രാജാവായി കഴിയുന്ന നളനെ കാണാനിടയായി. അപ്പോൾ നളനോട് ഈ ഹേമാങ്കൻ ചെന്ന് ഇറങ്ങി നളനുമായി സംസാരിക്കുന്നു. അപ്പോൾ ഒരാൾ ക്ഷത്രിയ വംശജയാണ്, ആ സുന്ദരിയായ ക്ഷത്രിയ വംശജയായ ദമയന്തിയും ഒരു സാധാരണ അല്ലെങ്കിൽ കാട്ടിലെ ആളുകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളുകളുടെ രാജാവായിട്ടുള്ള നളനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഹംസത്തിന് തോന്നി ഇവർ തമ്മിൽ വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ കൊള്ളാം എന്ന് തോന്നുന്ന പോലെ. അപ്പോൾ നളൻ അന്ന് എന്തുകൊണ്ട് പ്രശസ്തനായി എന്ന് ചോദിച്ചാൽ ആഹാരം പാചകം ചെയ്യുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു. ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഒരു കല്ലെടുത്ത് നളൻ എണ്ണയിലിട്ട് മൂപ്പിച്ച് കൊടുത്താൽ തന്നെ അതിന് ഭയങ്കര രുചിയായി. എന്ത് നളപാചകം എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ. അപ്പം നളൻ എന്ത് പാചകം ചെയ്താലും വളരെ വിശിഷ്ടമായ ഭോജ്യമായി ആളുകളെല്ലാം രുചികരമായ ഭക്ഷണമായി കണക്കാക്കാം. അവിടുന്ന് പറന്നിട്ട് വന്ന് വീണ്ടും ദമയന്തിയെ കാണും. ദമയന്തിയെ കണ്ടപ്പോൾ ഹംസത്തിനോട് ഹേമാങ്കനോട് ദമയന്തി ചോദിക്കും, നിൻ്റെ ഇന്നത്തെ യാത്രയുടെ കഥകളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് നളനെക്കുറിച്ച് പറയും. നളനെക്കുറിച്ച് പറഞ്ഞിട്ട് നളനെ കണ്ടതും നളൻ്റെ പാചകത്തെക്കുറിച്ചും അവരുടെ ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ ദമയന്തിയോട് ഹംസം വർണ്ണിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ ഹംസം ഒരു ആഹാരത്തിൻ്റെ ഭാഗം
കുറച്ച് ഭാഗം ദമയന്തി കൊടുക്കും. ഇത് ഭക്ഷിച്ച ദമയന്തിക്ക് അറിയാതെ നളനോട് അനുരാഗം ഉണ്ടാകും. അപ്പോൾ രാജാവ് ഇതൊന്നും അറിയുന്നില്ല. രാജാവ് ദമയന്തിയുടെ അച്ഛനായ രാജാവ് ഭീമൻ അവരുടെ സ്വയംവരം പ്രഖ്യാപിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം സ്വയംവരമാണ്. വലിയ പെൺകുട്ടികളൊക്കെ രാജാക്കന്മാരെല്ലാം വന്ന് അല്ലെങ്കിൽ അവരുടെ ആളുകളെല്ലാം വന്ന് നിരന്നിരിക്കും. അനുയോജ്യരായ ചെറുപ്പക്കാരായ ആളുകളെല്ലാം വന്ന് ഇരിക്കും. അക്കൂട്ടത്തിൽ രാജകുമാരി വന്നിട്ട് ഇതിൽ ഇഷ്ടമുള്ള ഒരാളെ, അത് ചില മത്സരങ്ങളുണ്ടാവാം, അങ്ങനെയൊക്കെ പല പല ഘടകങ്ങളുണ്ടാവാം. അപ്പോൾ അതിനകത്ത് വന്നിട്ട് അവരെ തിരഞ്ഞെടുക്കണം, എന്നിട്ട് അവരെ കല്യാണം കഴിയും. ഇതാണ് അന്നത്തെ വിവാഹത്തിൻ്റെ ഒരു ശൈലി. അപ്പോൾ അങ്ങനെ ദമയന്തിയുടെ വിവാഹം രാജാവ് വിളംബരം ചെയ്യുന്നു. അടുത്തുള്ള രാജാക്കന്മാരും രാജകുമാരന്മാരും എല്ലാം വന്ന് വലിയ ആഘോഷമായി വന്ന് ഇരിക്കുന്നു. അക്കൂട്ടത്തിൽ രാജാവ് ഭീമൻ നളനെയും ക്ഷണിക്കുന്നു. നളനോട് ദമയന്തിക്ക് അനുരാഗം ഉണ്ടായിട്ടാണോ എന്നത് അറിഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ശരി, അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. അപ്പം നളൻ വരുന്നു. നളൻ വരുമ്പോൾ ആളുകളെല്ലാം, ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ ഇയാളെ ഇങ്ങനെ പുച്ഛത്തോടെ നോക്കുന്നുണ്ട്. നളൻ വരുമ്പോൾ നളനെയും ഭീമൻ പോയി സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇരുത്തുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് തുല്യരായി നളനെയും കൊണ്ടിരുത്തുകയാണ്. അപ്പോൾ ഈ ദമയന്തിയുടെ സൗന്ദര്യത്തിൽ ഈ ദൈവങ്ങൾക്ക് പോലും അസൂയുണ്ട്. അത്ര സുന്ദരിയായ, സ്വർഗത്തിലുള്ള സുന്ദരികളായ സ്ത്രീകളെക്കാൾ അല്ലെങ്കിൽ അവർക്ക് തുല്യമായ സൗന്ദര്യമുള്ള ഒരു ഭൂമിയിലെ ഒരു പെൺകുട്ടിയാണ് ദമയന്തി എന്നുള്ളത് കൊണ്ട് ഇന്ദ്രനും അഗ്നിക്കും വരുണനും ഒക്കെ തന്നെ ദമയന്തിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ഈ നളനോട് ദമയന്തിക്ക് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരും പ്രത്യക്ഷപ്പെടുന്നു. അവരും വന്ന് നളൻ്റെ തന്നെ വേഷത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ദമയന്തി വർണ്ണമാല്യവുമായിട്ടൊക്കെ കടന്നിങ്ങനെ വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിയുള്ള രാജാക്കന്മാരുടെ അടുത്തുകൂടെയൊക്കെ കടന്ന് വർണ്ണമാല്യവും കൈ പിടിച്ചുകൊണ്ട് ദമയന്തി ഇങ്ങനെ വന്ന് നളനെ നോക്കുകയാണ്. നളനെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് 4-5 നളന്മാരിരിക്കുക. ദമയന്തി ആകെപ്പാടെ വിഷമിക്കും. എടാ, ഇതിലാരാണ് യഥാർത്ഥത്തിൽ തൻ്റെ നളൻ? അപ്പോൾ ആ പെൺകുട്ടി, മിടുക്കിയായ ആ പെൺകുട്ടി ദൈവത്തെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ വർണ്ണമാല്യവും പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ എല്ലാവരും നിരന്നിരിക്കുക. അപ്പോൾ അവർക്ക് സംശയം തോന്നി, ഇതേതാണ് നളൻ? ഓരോരുത്തരെ മാറി നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. അവർ വളരെ തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ ഒരു നളൻ്റെ കാല് മാത്രമാണ് ഭൂമിയിൽ സ്പർശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരൊന്നും ഭൂമിയിൽ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ ദമയന്തിക്ക് സംശയം. വീണ്ടും കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ നളന് മാത്രമാണ് വിയർപ്പ് കണങ്ങൾ, ഈ ഭൂമിയിൽ കാല് സ്പർശിച്ചിട്ടുള്ള ആൾക്ക് മാത്രമാണ് വിയർപ്പ് കണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നത്. ബാക്കിയുള്ളവരുടെ മുഖത്തൊന്നും വിയർപ്പ് കണങ്ങളില്ല. അപ്പോൾ ഈ 2-3 പരീക്ഷണങ്ങൾ കൊണ്ട് ദമയന്തിക്ക് മനസ്സിലായി, ഇതാണ് യഥാർത്ഥ നളൻ മനസ്സിലായി. അങ്ങനെ യഥാർത്ഥ നളനെ ദമയന്തി വർണ്ണമാല്യം അർപ്പിക്കുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള രാജാക്കന്മാർക്കൊക്കെ ഈ വെറും മോശക്കാരനായ അല്ലെങ്കിൽ കാട്ടുജാതിക്കാരുടെ രാജാവായിട്ടുള്ള നളനെ എന്തിന് കല്യാണം കഴിച്ചു? എന്നാൽ അടുത്തതായിട്ട് അവനെ കൊന്നുകളഞ്ഞാൽ തനിക്ക് ദമയന്തിയെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന രാജാക്കന്മാരൊക്കെ ചാടി വാളുമായിട്ട് വീഴും. അപ്പോൾ ദേവന്മാർ, ഇന്ദ്രനും വരുണനും അഗ്നിയും ഒക്കെ ഇടപെട്ട് ഇവരെല്ലാവരെയും നിഷ്പ്രഭരാക്കും. ബാക്കിയുള്ള നളനുമായിട്ട് യുദ്ധത്തിന് വരുന്നവരെല്ലാം നിഷ്പ്രഭരാക്കി അവരെ ഓടിക്കുന്നു. എന്നിട്ട് നളനെയും ദമയന്തിയും അവരെല്ലാം അനുഗ്രഹിച്ച് പോകുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഈ കഥ ഞാനിങ്ങനെ ഓർത്തപ്പോഴാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിരുന്നു, എന്നെ വളരെയധികം സ്വാധീനിച്ചതുമായ ഒരു കവിത എനിക്ക് ഓർമ്മ വന്നു. അത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ അകാലത്തിൽ കാലയവനികയിൽ അകാലത്തിൽ കാലയവനിയിലേക്ക് മറഞ്ഞുപോയ ശ്രീ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിതയാണ്. അത് പറയുമ്പോൾ ആ കവിത എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം എന്ന് പറയുന്നത് പന്തളം കോളേജിലെ എൻ്റെ 10-18 വർഷക്കാലത്തെ ജീവിതമാണ്. അതിനകത്ത് കുട്ടികളുമായിട്ടൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ, കുട്ടികളുമായിട്ടൊക്കെ ടൂർ പോകുമ്പോൾ
അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ടൂർ കൊണ്ടുപോകാൻ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരെയും കൊണ്ട് ടൂർ പോകാൻ സാറുമാർക്ക് ഭയം ഉണ്ടായിരുന്ന കാലഘട്ടം. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ ഞാനും എൻ്റെ കൂടെയുള്ള ചില അധ്യാപകരും, പ്രൊഫസർ CN രാജശേഖരൻ, ഞാൻ, ജയശ്രീ എന്നൊക്കെ പറയുന്ന ടീച്ചർമാർ, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അവരൊക്കെ ടൂർ കൊണ്ടുവരും. അതൊക്കെ ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന ചില നിമിഷങ്ങളാണ്. അപ്പം നമുക്ക് പ്രായം കുറഞ്ഞു വരുവാൻ ഈ കുട്ടികളുമായിട്ടുള്ള ആ ദിവസങ്ങൾ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പോകുമ്പോൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ കുട്ടികളുമായിട്ടെല്ലാം നടന്നു പോകുമ്പോൾ അവരെ നമ്മൾ സംരക്ഷിച്ച് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഈ പല കാമുകന്മാരുടെ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. അതൊക്കെ ആത്മാർത്ഥമുള്ള സ്നേഹങ്ങളും ചിലതിൽ ചതിക്കപ്പെടുന്ന കഥകളും ഒക്കെ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട്. അതെല്ലാം കൂടെ വെച്ച് ഓർക്കുമ്പോഴാണ് ഈ ഇടപ്പള്ളിയുടെ മനോഹരമായ, അല്പം അദ്ദേഹത്തിൻ്റെ ജീവിതം ഏതാണ്ട് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഈ യൗവനത്തിൽ തന്നെ അത് നശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം സൂയിസൈഡ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നതിനൊക്കെ വളരെ മുമ്പ് മനോഹരമായ കാമുക സങ്കല്പങ്ങൾ ഉള്ള കവിതകൾ എഴുതി. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കവിതയാണ് കാമുകൻ എന്നാണ് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ആ കവിത കൂടി അവതരിപ്പിക്കാൻ ഞാൻ ഈ തരുണത്തിൽ ആഗ്രഹിക്കുക. ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കാമുകൻ ചോദ്യമായി ഓമനെ ഞാനൊരു കാർമുകിലായാൽ നീ എന്തു ചെയ്യും? ഒരു കാമുകരുടെ സംഗമത്തിൽ കാമുകിയോട് ചോദിക്കാം. കാമുകൻ ചോദ്യമായി ഓമനെ ഞാനൊരു കാർമുകിലായാൽ നീ എന്തു ചെയ്യും? ജ്ഞാനത്തിൻ മധ്യത്തിൽ വൈദ്യുത വല്ലിയായി വാനിൽ വളരുളി വീശിമിന്നും മാമകാനന്ദമേ അമ്മുകിൽ ചൂടുന്ന മാമലയായി ഞാൻ മാറിയാലോ? മാമകാനന്ദമേ അമ്മുകിൽ ചൂടുന്ന മാമലയായി ഞാൻ മാറിയാലോ? ആരിയിൽ മുങ്ങാത്തൊരാദിത്യനായതിൻ താഴിക പൊൽക്കുടമായിടും പ്രേമത്തിടമ്പേ ഞാൻ അമ്മലവാരത്തിൽ താമര പൊയ്കയായി താഴ്ന്നാലും നിശ്ചലമാകുമ പൊയ്കയിൽ പ്രേമത്തിൻ കൊച്ചല ചാർത്തായി ഞാൻ കോളിളക്കും. കൺമണി കാനന ചോലയിൽ ചേരുന്ന വെൺമണൽ തിട്ടായി ഞാൻ മാറിയാലോ? ആ മൺതരികളെ കോൾമയിർ കൊള്ളിക്കും ഹേമന്ത ചന്ദ്രികയായിടും ഞാൻ. തങ്കം ഞാൻ ഊകമാം വേണുവായി ഊഴിതൻ അംഗത്തിലെങ്ങാനുറങ്ങിയാലോ? ഹാ നാഥ, ഞാനിളം പുല്ലായതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കുമശ്രു. എത്രയോ മനോഹരമായ ഒരു കാമുക സങ്കല്പത്തിലേക്കാണ് കവി നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവസാനം കാമുകൻ ചോദിക്കുന്ന ഇതാണ്: ഞാൻ അങ്ങ് മരിച്ചു പോയാൽ, ഞാൻ അങ്ങ് മരിച്ച് മണ്ണായി തീർന്നാൽ, അല്ലെങ്കിൽ മണ്ണിലേക്ക് എന്നെ അടക്കിയാൽ നീ എന്ത് ചെയ്യും ചോദിക്കുന്നുള്ള മറുപടി, ഹാ നാഥ, ഞാനിളം പുല്ലായതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കുമശ്രു. ഇങ്ങനെയുള്ള മനോഹരമായ മധുരമായ കാമുക സങ്കല്പത്തിൻ്റെ ഒരു സമ്മിശ്ര സമ്മേളനമായിരുന്നു മലയാളത്തിലെ റൊമാൻറ്റിക് പോയട്രി. ആ റൊമാൻറ്റിക് പോയട്രിയിൽ ഒരുപാട് സംഭാവനകൾ നമുക്ക് തരേണ്ട, വളരെ നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ഇടപ്പള്ളി. ആ ഇടപ്പള്ളി അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മരണമാണ് ചങ്ങമ്പുഴയെ രമണൻ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെയുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിലും, ഈ ചങ്ങമ്പുഴ ഇടപ്പള്ളി കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ അവരത്ര സുഖത്തിലായിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് അവർ തമ്മിൽ വയ്യങ്കര
ഭയങ്കര കൂട്ട് ആയി വന്നിരുന്നു. നല്ല ഇടപിരിയാത്ത സുഹൃത്തുക്കളായി മാറി. അങ്ങനെയുള്ള ഈ കവിതാ സങ്കല്പങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാനും അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുവാനും കുട്ടികളെ അതിലേക്ക് ആക്കുകയും ചെയ്താൽ നമ്മുടെ ഈ തലമുറയിൽ ഉണ്ടാകുന്ന ചില ദുഷിച്ച ചിന്തകളും ദുഷിച്ച വിചാരങ്ങളും ഒക്കെ മാറി ഒരു ഒരു വിശ്വാസത്തിൽ, പ്ലറ്റോണിക് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു.